ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലക്ഷദ്വീപിൽ കൽപ്പേനി എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപിലാണുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്നോർക്കലിനൊക്കെ പോയില്ലേ, അപ്പോൾ ആ സെയിം സ്പോട്ടിൽ തന്നെ ഉള്ളത് കണ്ട നമ്മുടെ റിസോർട്ടിൽ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മുടെ പാക്കേജിന്റെ സമുദ്രം പാക്കേജിന്റെ ലാസ്റ്റ് ഡേ ആണ്. മുമ്പത്തെ എപ്പിസോഡൊക്കെ കാണാത്ത കണ്ടോക്ക് കുറേ വീഡിയോസ് ഉണ്ട്. ലക്ഷദ്വീപിൽ നമ്മൾ തകർത്തോണ്ടിരിക്കുക. നിങ്ങൾക്കും വരാൻ സിമ്പിളായിട്ട്. ഈ ഭാഗത്തൊന്നും അധികം ആഴമില്ല കേട്ടോ, പക്ഷെ കുറച്ച് അങ്ങോട്ട് പോകുന്നതോറും ആഴം കൂടി വരെ. ആ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്, അവിടെയൊക്കെ നല്ല ആഴമുണ്ട്. അപ്പോൾ ചാടുമ്പോൾ നോക്കണം, ആഴമില്ലാന്ന് വിചാരിച്ച് ചാടരുത്, അവിടെ നല്ല ആഴം കാണും. അപ്പോൾ എന്നാലും നമുക്ക് ഉച്ച സമയമാണ്, നൈസായിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പാക്കേജിൻ്റെ ഭാഗം തന്നെയായിട്ടുള്ള എന്തോ ഡാൻസ് പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോർത്ത് എൻഡ്, അതായത് ഈ കൽപ്പനി ദ്വീപിൻ്റെ ഏറ്റവും അറ്റത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൻ്റെ അപ്പുറ സൈഡ് അത് കുറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു, വണ്ടിയിൽ പോകുന്നു തോന്നുന്നു. അങ്ങനെ കണ്ട അതാണ് അടുത്ത പരിപാടിയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഫുഡിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കിഡിലും ഫുഡാണ്, ഒരു രക്ഷയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫുഡ് അടിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫുഡൊക്കെ എന്താണെന്ന് നോക്കട്ടെ. ചപ്പാത്തി ഉണ്ട്, ചോറുണ്ട്, സാമ്പാർ, ഇതെന്താ നമ്മുടെ ഗ്രീൻ പീസ്, ക്യാബേജ്, ചമ്മന്തി പൊളി സാധനം കേട്ടോ. ചിക്കൻ കറി അല്ലേ, ചിക്കൻ കറി. ഇത് നമ്മുടെ ലഗൂൺ അല്ലേ, ലഗൂൺ ഫിഷ്. ഇതാണ് ഹൈലൈറ്റ് കേട്ടോ, പൊളി സാധനം. ഇതുണ്ടല്ല, ഇത് മത്തങ്ങ പായസമാണെന്ന്. ഓ, ഇത് കൊള്ളാല പൊളി സാധനം. എന്താ മത്തങ്ങ പായസം, ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോവാ. ഇവിടുത്തെ അതെ, അതാണ് നല്ല സ്നേഹത്തോടെ അല്ലേ, ജാടയില്ല. എളിമയുള്ളവര് കണ്ട. നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പിൽ വ്യൂ കാണിച്ചു തരാട്ടാ. ഓക്കെ, അടിപൊളി. ഓ, രക്ഷയില്ല. ആ വ്യൂ കണ്ടുകൊണ്ടാണ് നമ്മളിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാ. അയ്യോ, ഇവിടെ വെള്ളം വന്നു എത്ര നേരം കൊണ്ട്. ഇത് നമ്മൾ ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ ഇവിടെ വെള്ളമായി. നേരത്തെ ഇതിൽ കൂടെയൊക്കെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ ഇവിടെയൊക്കെ വെള്ളം. വേലിയേറ്റമാണ് കണ്ടാ, ഉച്ചയ്ക്ക് ശേഷം വേലിയേറ്റം ഉണ്ട് കേട്ടോ. ഇവിടം വരെയൊക്കെ വെള്ളം തന്നെ. അമ്പോ, ഇതിനകത്ത് മീനുണ്ട് കേട്ടോ. ഇട്ടേക്കണ്ടോ, അത് മീനാണ് അതിനകത്ത് മൊത്തം. നേരത്തെ ഞാൻ ഇതിലേ നടന്നു പോയതാ, ഈ ഭാഗത്ത് കൂടിയൊക്കെ അങ്ങോട്ട്. അവിടെ മൊത്തം വെള്ളം കയറി. കഴിഞ്ഞ എപ്പിസോഡൊക്കെ കാണാം, ഇവിടെ കുറെ പിള്ളേരൊക്കെ മറ്റേ പ്ലാസ്റ്റിക് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാട്ടോ, അത് ഇവിടെയൊക്കെ കരയായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വെള്ളം കയറി. ഈ ബോട്ട് കിടക്കണമൊക്കെ അതിന്റെ അടിയിൽ, അതിന്റെ നിഴല് ഒരു പ്രത്യേക ഫീലില്ലേ കണ്ടിട്ട്. എൻ്റെ അടിപൊളി. അപ്പോൾ അടിപൊളിയാണ്. അപ്പം നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്തോ ഫോക്ക് ഡാൻസോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. അത് കണ്ട ശേഷം പിന്നെ ചെറിയൊരു ട്രിപ്പ് ഉണ്ട്, സൈറ്റ് സീയിങ്. നമ്മൾ സ്നോർക്കലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നല്ലോ, അതിനുശേഷം എന്താ ആളുകളെല്ലാരും കൂടി തുണിയൊക്കെ ഇവിടെ ഉണക്കായിട്ടിട്ടുണ്ടായിരുന്ന. അപ്പൊ നല്ല വലുതല്ല, അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. ഇവിടെ നമ്മുടെ അതേ ചെറിയൊരു പരിപാടി നടക്കാൻ പോവാണ്. ഈ ഡാൻസിന്റെ പേരെന്താന്ന് ചോദിക്കട്ടെ. അതിശയ സൗന്ദര്യത്താളിതരായി മക്കൾ നീലതടാകത്തിൽ നീരാടി കുറിയും മുഴക്കം കൂട്ടം
പരിചയമുട്ടെന്ന് പറഞ്ഞിട്ട് ഈ കൽപ്പേനിക്കാരുടെ ലക്ഷദ്വീപുകാരുടെ ഒരു കലാരൂപമാണ്. ഈ KBCCയുടെ ഫുൾ ഫോം എന്താ? കൂമേൽ പ്രദേശ് ചാലഞ്ചേഴ്സ് ക്ലബ്. കൂമേൽ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ ഒരു കൂമേലിനാണല്ലേ? ആ. ഈ ഐലൻഡിൻ്റെ ഏറ്റവും അറ്റത്ത് നോർത്തിൽ അവിടെയാണ് നമ്മളിപ്പോൾ പോകാൻ പോണേ കേട്ടോ. അപ്പോൾ നമ്മൾ നോർത്ത് ടിപ്പ് ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ എൻഡ് അവിടെ പോകാണ്ടാ. അങ്ങനെ നമ്മൾ ഏറ്റവും അറ്റത്ത് എത്തിയേക്കണ്ട നോർത്ത് ടിപ്പ് ബീച്ച് എന്നാണ് ഇതിന്റെ പേര് പറഞ്ഞത്. അടിപൊളി സ്ഥലം. നോക്കി, ഇവിടെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് കണ്ട. നമ്മുടെ ടീമില് കുറച്ച് പേര് അവിടെ കുളിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു നമ്മുടെ റിസോർട്ടിന്റെ അവിടെ. ബാക്കി കുറച്ച് പേരാണ് ഇങ്ങോട്ട് വന്നത്. ഇത് 3 സൈഡും കടല. നമ്മൾ ഈ വന്ന വഴി മാത്രമേ കരയുള്ളൂ. 3 സൈഡും കടല്. ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കല്ലുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പണ്ടൊരു കാലത്ത് ഒറ്റ ദ്വീപായിരുന്നു. ആ കാറ്റും കൊടുങ്കാറ്റൊക്കെ വന്നപ്പോൾ ദ്വീപ് മൊത്തം സ്പ്ലിറ്റ് ആയിപ്പോയി. അതിൻ്റെ ബാക്കി കഷ്ണങ്ങളാണ് ഈ കിടക്കണേന്ന് തോന്നുന്നു. കുറേ കല്ലുകളൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ട്. ബീച്ചിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ളത് നല്ല ഡീപ്പ് സീയാന്ന് തോന്നുന്നു. ബ്ലൂ കളർ കണ്ട, നല്ല ആഴക്കടലാണെന്നാണ് തോന്നണം കേട്ടോ. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നേരത്തെ കാണുന്ന പോലെ പച്ച കളർ ബീച്ച്. അങ്ങനെ കംപ്ലീറ്റ് കളർഫുള്ളാണ്. ഇവിടെ ഈ കാണുന്ന നടുക്ക് ഭാഗം കണ്ട, അവിടെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. നല്ല ആഴമുണ്ട് ഈ ഭാഗത്ത്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകണ്ട. ഞാൻ വിചാരിച്ച ആ ഒരു ദ്വീപ് പോലെ ഇരിക്കണ മണൽ കണ്ട, അങ്ങോട്ട് പോകണമെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല വീഡിയോ എടുക്കാം, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഏരിയയാണ്. കളർഫുള്ളല്ലേ? എങ്ങോട്ട് തിരിച്ചാലും കളർഫുള്ളാണ്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഞണ്ടാണ് കേട്ടോ. ഈ തുള കണ്ടോ, ഇതിനകത്തൊക്കെ നിറച്ച് ഞണ്ടൊക്കെ ഓടണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാം കൂടി നമ്മളെ കണ്ടപ്പോൾ കുറേ എണ്ണം ഉള്ളിലോട്ട് പോയി. മീൻ പിടിക്കാൻ വരാറുണ്ടെന്ന് തോന്നുന്നു ആൾക്കാർ. കുറേ വേസ്റ്റ് കിടപ്പുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ നിറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ കിടക്കണമൊക്കെ. അയ്യോ എന്താടോ ഇതൊക്കെ, നിറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലോ. ഇതൊക്കെ ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ വരുന്നതായിരിക്കില്ല കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന ആളുകൾ ഇടുന്നതായിരിക്കില്ല. ഇത് ഈ ഒഴുക്കിന്ന് വന്ന് അടിഞ്ഞു കൂടുന്നതായിരിക്കുള്ളൂ. അതായത് ഈ കരക്ക് മാത്രമേ കണ്ടുള്ളൂ. അല്ലാണ്ട് ഇവിടെ ആളുകൾ ഇടുന്നതല്ല. കടലിൽ നിന്ന് ഒഴുകി വന്നിട്ട് അടിഞ്ഞു കൂടുന്ന സംഭവം ആയിരിക്കുള്ളൂ മിക്കവാറും. ഇവിടുന്ന് നോക്കുമ്പോണ്ടല്ലോ അറ്റത്ത് ഒരു ദ്വീപൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വേറെ കണ്ട ഒരു ഒറ്റ തെങ്ങ് മാത്രമുള്ള ദ്വീപൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തൊക്കെ വേറെ വലിയ ദ്വീപുകളുണ്ട്. ഇത് ശരിക്കും ഒറ്റ ദ്വീപായിരുന്നു. 1967 അല്ലേ നേരത്തെ പറഞ്ഞത്. ആ ചേട്ടൻ പറഞ്ഞ ഓർക്കണല്ലേ, ആ കൊടുങ്കാറ്റിന് മുമ്പ് വരെ ഒറ്റ ദ്വീപായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ സ്പ്ലിറ്റായി പോയതും ഇങ്ങനെയൊക്കെ വെള്ളം വന്ന് തുടങ്ങിയത്. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇവിടുന്ന് ദൂരെ കാണുന്നതാണ് നമ്മൾ നിന്ന സ്ഥലം. അവിടെ നിന്ന് വണ്ടി ഓടിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയേക്കണം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ചൂണ്ടിക്കാണിച്ചില്ലേ, അവിടെ എത്തി. ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് ചൂണ്ടിക്കാൻ 2 ദ്വീപുകൾ കണ്ടോ. നമ്മൾ ഷൂട്ട് ചെയ്ത ദ്വീപും തൊട്ടിപ്പുറത്ത് നമ്മൾ പോയ ദ്വീപും, എൻ്റെ സ്നോർക്ലിംഗ് ചെയ്ത ദ്വീപൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്. ഇത് കണ്ടോ, ഇത് മുള്ളാണോ കാല് കൂട്ട അമ്മോ? കുഴപ്പമില്ല. അത് ഈ സാധനം നമ്മൾ കഴിഞ്ഞ ദിവസം പണി കിട്ടിയത്. ഇത് മുള്ളാ. ഇതൊരു ലോഡുണ്ടല്ലോ, കാല് കൊണ്ട മുറിയോ. ഇത് നല്ല വേദന എടുക്കുകയും ചെയ്യും. മുറിയോന്ന് അറിയില്ല, നല്ല വേദന എടുക്കുന്നുണ്ടല്ലോ. എനിക്ക് പുറകേക്കണ്ട നിറച്ച് തെങ്ങാണ്, ഒരു രക്ഷയില്ല. ശരിക്കും കേരളം എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കറക്റ്റ് മാച്ച് ചെയ്യണ ഒരു നാടാണ്ട. പക്ഷെ ലക്ഷദ്വീപ് നായിപ്പോയി പേര് എന്താണെന്നറിയില്ല. അമ്മാരി തെങ്ങുകളാണ് എല്ലാ ദ്വീപിലും. നിറച്ച് തെങ്ങുകൾ ഇങ്ങനെ തിങ്ങി വളരെയാണ്. ഇവിടുത്തെ പ്രധാന കൃഷി ഇത് തന്നെയാണ് കേട്ടോ, തെങ്ങും പിന്നെ മീനും. ബാക്കിയെല്ലാം പുറത്തുനിന്ന് തന്നെ, കേരളത്തിൽ നിന്നാണ്, കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെയാണ് ബാക്കി സാധനങ്ങളൊക്കെ വരുന്നത്.
അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടായിട്ട് തിരിച്ച് നമ്മുടെ റിസോർട്ടിലോട്ട് പോകണം. എല്ലാവരും വണ്ടിയിലോട്ടൊക്കെ കയറുന്നുണ്ട്. ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, പച്ച കളർ വണ്ടി, ജനത ട്രാവൽസ്. ഓക്കെ വിട്ടോ പോട്ടെ. യെസ്, അന്ന് നമ്മളും തിരിച്ചു പോകണം. ഇതേ ഒരു കേരള രജിസ്ട്രേഷൻ വണ്ടി പോണു കണ്ടോ, K8 തൃശ്ശൂർ വണ്ടി. നമ്മൾ തിരിച്ചിവിടെ എത്തിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടാ, ചായയും ഫിഷ് കട്ട്ലേറ്റും. ആദ്യമായിട്ട് ഫിഷ് കട്ട്ലേറ്റ് കഴിക്കണം. സൺസെറ്റ് സമയമായി വരുന്നുണ്ട്, 5 മണിയായി. ഇവിടെ പിള്ളേരൊക്കെ തകർത്തോണ്ടിരിക്കണം. ഞാൻ നാളെ വന്നിട്ട് ഓടുന്നു. ചൂണ്ടിട്ടുണ്ടോ? ചൂണ്ടിട്ടുണ്ടോ? ആ വീഡിയോ ഇട്. എന്ത് മീനാ പിടിക്കണ? മീനെന്താ കിട്ടണ? എന്ത് മീനാ കിട്ടുന്ന? പറതയോ പറാട്ടയോ? വറടം. ഓ, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണം. ഓ ഇതൊക്കെ ഞാനിങ്ങനെ ഇവിടെ വന്നിരുന്ന് ഒറ്റയ്ക്ക് വന്നിരിക്കുക. നല്ല രസമുണ്ട്, ഒരു രക്ഷയില്ല. ഇവിടുന്ന് പോകാൻ തോന്നല്ല. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ, നമ്മുടെ ലക്ഷദ്വീപിലെ അവസാന ദിവസമാണ്. ഇന്ന് തിരിച്ച് വീട്ടിൽ പോയി പണിയെടുക്കണം. അല്ല ഇപ്പോഴും പണിയെന്നെ എടുത്തോണ്ടിരിക്കണം. വീഡിയോ എടുക്കണം, ഇനി അവിടെ പോയി എഡിറ്റ് ചെയ്യണം, എന്തൊക്കെ പണിയെടുക്കണം. ശരിക്കും നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും വരേണ്ട സ്ഥലമുണ്ടല്ലോ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അടിപൊളിയാണ്. മീനുകളുണ്ടല്ലോ, ഞാനിവിടെ വന്ന ശേഷമാണ് ഇത്രയധികം വെറൈറ്റി മീനുകൾ, പലതരത്തിലുള്ള മീനുകളെ കുറിച്ചൊക്കെ അറിയാൻ പറ്റിയതാണല്ലോ. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു 10,000 എണ്ണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മീനിൻ്റെ ഒരു മ്യൂസിയത്തിൽ പോയില്ലേ, അവിടെ എന്തോരം ഇരിക്കണം എൻ്റെ പൊന്നോ. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം മീനുകൾ ഉണ്ടെന്ന് അറിയണത് തന്നെ. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ്, കുറേ അറിവുകൾ ഒക്കെ കിട്ടുന്ന ഒരു ട്രിപ്പായിരുന്നു ഇത്. പിന്നെ സ്കൂബ ഡൈവിന് പോയായിരുന്നു. അവിടെ പിള്ളേരും ചേച്ചിമാരൊക്കെ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. അവരവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഇന്ന് പോയാണ്ട് ഇവിടെ പോയാണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ പോയായിരുന്നു. നമ്മൾ പോയത് കടമത്ത് ഐലൻഡിലാണ്. ഇവർ പോയത് എനിക്ക് തോന്നുന്നു ഒരു 4-5 മീറ്റർ താഴ്ചയിലോട്ടൊക്കെ പോകുന്നുണ്ട്. നല്ല വ്യൂവും കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോയ സമയത്ത് മീനുകൾക്ക് ഇത്തിരി കുറവായിരുന്നു. പിന്നെ ഇവർ ഇവിടെ മറ്റേ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മീനുകൾ നമ്മൾ എടുത്തിട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ അങ്ങനെ ചെയ്തില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് ഇവിടെ നിന്ന് തോന്നണം, അറിയില്ല. എൻ്റെ അടുത്ത് 2-3 പേര് പറഞ്ഞ് കടമത്താണ് നല്ല സ്കൂബ എന്ന് പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല, എല്ലാ സ്ഥലത്തും വേണമെങ്കിൽ കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ കാണാം. പിന്നെ റേറ്റും എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. 2350 എത്ര കണ്ടും വരും റേറ്റ്. GST 2000 രൂപയാണ്, പ്ലസ് GST 360 വരും. അതാണ് സ്കൂബയുടെ റേറ്റ്. അത് എക്സ്ട്രാ ഉണ്ട്, പാക്കേജ് ഇല്ലാത്തതാണ്. പക്ഷെ എന്നാലും ചെയ്യണം കേട്ടോ. പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വലിയ ആനക്കാര്യമായിട്ട് ആദ്യ സമയത്ത് ചിലപ്പോൾ പേടിയായിട്ട് തോന്നുമെങ്കിലും രണ്ടാമത് അത് വെച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയതാണ്. അത് നമ്മൾ അടിയിൽ പോയി തൊട്ടിട്ടേ വരുള്ളൂ. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് മാത്രമേ ചിലപ്പോൾ തോന്നുള്ളൂ. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് അടിയിലോട്ട് പോകുമ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമ്മളതൊക്കെ മറക്കും, അത് ഇരുന്ന് കാണും. അങ്ങനത്തെ ഒരു കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഉറപ്പായിട്ട് സ്കൂബ ചെയ്യണം കേട്ടോ. ശരിക്കും ഇവിടെ വന്നാൽ അത് മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ അതേ ഓരോരുത്തരായിട്ട് ഓരോ വണ്ടിയിലായിട്ട് നമ്മൾ ഷിപ്പിൻ്റെ അങ്ങോട്ട് പോവാണ്. ഞാൻ നമ്മുടെ പച്ചവണ്ടിയിൽ, നമ്മൾ സ്ഥിരം പച്ചവണ്ടി കയറുക. പച്ചവണ്ടി അടിപൊളിയാണ്. പച്ചവണ്ടി കയറി കഴിഞ്ഞാൽ അധികം ചൂടെടുക്കേണ്ട സുഖം. അങ്ങനെ നമ്മൾ പോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ബോട്ട് കയറി ഷിപ്പിലോട്ട് പോകും. ഷിപ്പ് അവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇതേ നമ്മുടെ ഷിപ്പ് അവിടെ വന്ന് കിടപ്പുണ്ട് കണ്ടാ. ഇവിടുന്ന് ബോട്ട് വിളിച്ച് നമുക്ക് അങ്ങോട്ട് പോകണം. ദേ ഈ പോണ ആൾക്കാർ മുഴുവനും കൊച്ചിക്ക് പോകാനുള്ള കേട്ടോ. ഇവിടുന്ന് ഇനി ഈ ഷിപ്പ് കൊച്ചിയിലോട്ടാണ് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൾക്കാർ കൂടുതലായിരിക്കും. ദ്വീപിൽ നിന്ന് കൊച്ചിക്ക് പോകണവർ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ബങ്കിലൊക്കെ നിറച്ച ആൾക്കാരായിരിക്കും.
അപ്പോൾ നമ്മുടെ ഷിപ്പിൽ ഡിന്നറിന് മുമ്പായിട്ട് ചെറിയൊരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. അതായത് നമ്മുടെ കൂടെ ട്രിപ്പ് വന്ന ഒരാൾക്ക് 70ാമത്തെ പിറന്നാളാണ്, ബർത്ത്ഡേ പരിപാടി. അപ്പോൾ ചെറിയൊരു സർപ്രൈസ് പരിപാടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷിപ്പിലെ ക്യാപ്റ്റൻ സാറും പിന്നെ ചീഫ് എഞ്ചിനീയറും ഡോക്ടറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കേക്ക് മുറിക്കാൻ പോവാണ്. ഓ അടിപൊളി. Happy birthday, uncle. I just read it. Oh. നമ്മുടെ ഷിപ്പിലെ ക്യാപ്റ്റൻ സാർ ഇത് ഇതാണ്ടാ. ഇപ്പുറത്തേക്കുന്നത് ചീഫ് എഞ്ചിനീയർ, ഇപ്പുറത്തേക്കുന്ന ഡോക്ടർ. കേക്ക് മുറിക്കാൻ പോവാ. പൊട്ടിപ്പിളർന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട. പുറകിൽ സൂര്യൻ വരുന്നുണ്ട്. 7 മണിയായിട്ട സമയം. അങ്ങനെ നമ്മൾ കൊച്ചി എത്തി. വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി. നേരത്തെ നല്ല നീലയും പച്ചയൊക്കെ ആയിരുന്നു. ദേ ഇവിടെ MV കോറിൽ കിടക്കണ്. ഇത് ലക്ഷദ്വീപിൽ പോണ ഷിപ്പാണോ? നമുക്ക് പൈലറ്റ് വന്ന ബോട്ടാണ് ആ താഴെ പോയിക്കൊണ്ടിരിക്കണത് കണ്ട. നമ്മുടെ ഷിപ്പ് പുറപ്പെട്ട സെയിം സ്ഥലം തന്നെ കണ്ട. അവിടെ തന്നെ അടുക്കാണ്. പണ്ടൊക്കെ നമ്മൾ ഈ ഭാഗത്ത് കൂടി ഇങ്ങനെ നടക്കുമ്പോഴേ ഈ ഒരു ഷിപ്പ് പോണത് കാണും. അപ്പോൾ നമ്മൾ പറയും അതെ ലക്ഷദ്വീപിൽ നിന്ന് പോണ ഷിപ്പാണ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പുറകെ കാണുന്ന ബോട്ട് കണ്ട, 2 ബോട്ടുകൾ പോകുന്നുണ്ട്. ഈ ബോട്ടിൽ പോകുന്നവർ ഇപ്പോൾ പറയുന്നുണ്ടാവും ഇതേ ലക്ഷദ്വീപിൽ നിന്ന് വരുന്ന ഷിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അടിപൊളി ബോട്ട് പോകണമൊക്കെ. ഇത് സർവീസ് ബോട്ടാട്ടാ. പിന്നെ വേറെ കാര്യം ഉണ്ട് കേട്ടാ. ഈ MV കോറൽസ് ഷിപ്പാണ് നമ്മുടെ അനാർക്കലി ഷൂട്ട് ചെയ്തത്. പൃഥ്വിരാജ കപ്പലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു സീനൊക്കെ ഇല്ല, അതൊക്കെ ഈ ഷിപ്പാണ് MV കോറൽസ്. അപ്പോൾ നമ്മുടെ അനാർക്കലി സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ്. അതേ കണ്ട വെള്ളത്തിൽ ഒഴുകി കിടക്കുന്ന ലൊക്കേഷൻ. ഏത് ബോട്ട് പോകുന്നു. ഞാൻ ഈ ഷിപ്പിൽ നിന്ന് അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമ്മുടെ ഈ ഷിപ്പിൽ ഉപയോഗിക്കുന്ന നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്സ് ഇല്ലേ, ടോയ്ലറ്റ്സ് അതിൻ്റെ വേസ്റ്റ്, ആ വേസ്റ്റ് അങ്ങനെ തന്നെ അല്ല കടലിലോട്ട് വിടുന്നത്. നമ്മളൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ എന്താ, നേരെ അങ്ങ് കടലിലോട്ട് തുറന്നു വിടുക എന്നുള്ളത് വിചാരിക്കില്ലേ. പക്ഷെ അങ്ങനെയല്ല. ഇത് സ്റ്റോർ ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് വെള്ളം മാത്രമേ ഇവർ പുറത്തേക്ക് വിടുന്നുള്ളൂ. അത് വേറെ രീതിയിലാക്കിയിട്ട് വേസ്റ്റ് അല്ലാത്ത രീതിയിൽ വെള്ളമാക്കും. എല്ലാ വേസ്റ്റും വെള്ളമാക്കിയിട്ട് വെള്ളമാക്കിയിട്ടാണ് ഇവർ കടലിലോട്ട് ഒഴുക്കി വിടുന്നത്. അതുമാത്രമല്ല നമുക്ക് കുടിക്കാനും കുളിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ കടൽ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. കടൽ വെള്ളം പ്രോസസ്സ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് ഉപ്പൊക്കെ മാറ്റി അതിവിടെ സ്റ്റോർ ചെയ്യും. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഡെപ്ത് അറിയാനുള്ള ഇതൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തന്നോണ്ടാക്കുക. ഈ ആഴം അറിയാനുള്ള സംവിധാനമൊക്കെ ചില സ്ഥലങ്ങളിൽ 4 കിലോമീറ്റർ വരെ താഴ്ചയുണ്ട്. ചില സ്ഥലങ്ങളിൽ 2 കിലോമീറ്റർ 1 കിലോമീറ്റർ. അതൊക്കെ കിലോമീറ്ററിന് ഒരു വിലയില്ല എൻ്റെ പൊന്നോ. എന്ത് താഴ്ചയൊക്കെയാണുള്ളത് ആലോചിച്ച്. 4 കിലോമീറ്റർ താഴ്ച എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. പിന്നെ നമ്മുടെ ക്യാപ്റ്റനും ചീഫ് ഓഫീസറൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകളാണ്. പിന്നെ നമ്മുടെ ഡോക്ടർ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇന്നലെ കുറേ നേരം വർത്താനമൊക്കെ പറയുന്നത്. അപ്പോഴാണ് ഈ ഷിപ്പിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത്. ഷിപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ. ഈ ഷിപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ക്ലീനിങ് സ്റ്റാഫ് ആയാൽ പോലും, ചെറിയൊരു ക്രൂ മെമ്പർ ആയാൽ പോലും കംപ്ലീറ്റ് കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റും. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ പറ്റും. അവരെ അതൊക്കെ പഠിപ്പിച്ചിട്ടാണ് അവിടെ ജോലിക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ചെറിയൊരു തീപിടുത്തം ഉണ്ടായി, അതെന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ അറിവ് കിട്ടി ഈ ട്രിപ്പിലൂടെ, ഷിപ്പിനെ കുറിച്ചും കപ്പലിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു സർവീസാണ്. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഇതൊരു പാസഞ്ചർ, അവിടുത്തെ ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉള്ളൊരു ചെറിയ സർവീസാണ്. ശരിക്കും ഇതിൻ്റെ ഒരു എക്സ്പെൻസ്, അതായത് ഒരു ദിവസത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ കപ്പൽ ഓടിക്കാനായിട്ട് അതും ഹെവിയാണ്. നമ്മളിപ്പോൾ ടൂറിസ്റ്റുകളെ കയറ്റിയാൽ പോലും അതൊന്നും എത്തൂല. അപ്പോൾ ഇതൊരു സർവീസാണ്, നമ്മുടെ KSRTC ബസ് പോലെ സർവീസാണ്. ഓരോ ട്രിപ്പിനും 12,000-ഓളം ലിറ്റർ ഡീസൽ ചിലവുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ എക്സ്പെൻസ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. പിന്നെ ഇവിടുത്തെ ക്രൂ മെമ്പേഴ്സിൻ്റെ സ്റ്റാഫിൻ്റെ ഒക്കെ സാലറി, ബാക്കി കാര്യങ്ങൾ. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചെറിയ എമൗണ്ട് ടിക്കറ്റിൽ നിന്ന് കിട്ടണതിൽ ഒന്നുമല്ല.
അപ്പോൾ അങ്ങനെ കുറേ അറിവുകളൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. അത് പൈലറ്റ് ബോട്ട് ദേ ഇവിടെ ക്രെയിം പൊങ്ങണുണ്ടോ? ഈ ട്രിപ്പിൽ ഇപ്പോഴാണ് ക്രെയിം പൊക്കണ കാണുന്നത്. ഇതുണ്ടല്ല കാർഗോയും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പാസഞ്ചർ ഷിപ്പ് മാത്രമല്ല, അതിനകത്ത് കാർഗോ മൾട്ടിപർപ്പസാണ്. കാർഗോയും കയറി 250 മെട്രിക് ടൺ കാർഗോയിനകത്ത് കയറ്റാൻ പറ്റും. അപ്പോൾ ഈ കാറ് അല്ലെങ്കിൽ ബൈക്കൊക്കെ നേരെ കൊണ്ടുപോകണത് ഇങ്ങനെയായിരിക്കും, ഈ ഷിപ്പിൽ കയറ്റിയിട്ടാണ്. പിന്നെ പച്ചക്കറികൾ എല്ലാ സാധനങ്ങളും ഈ ഷിപ്പിലായിരിക്കും നമ്മുടെ ലക്ഷദ്വീപിലോട്ട് കൊണ്ടുപോകണം. അവിടെ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ തന്നെ നമുക്ക് ഇറങ്ങാനുള്ള കോണിപ്പൊടി ഇറക്കാൻ വേണ്ടിയിട്ടാണ് അതിവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് പൊക്കിയേ താഴത്തേക്ക് ഇറങ്ങണം. നമ്മളിപ്പോൾ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അയ്യോ യെസ് ഓക്കെ. അപ്പോൾ അതെ നമ്മളെല്ലാവരും ട്രിപ്പ് കഴിഞ്ഞ് തകർത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണം. എല്ലാവരും അവരവരുടെ ജോലിക്ക് പോവാണ്. നമ്മുടെ ജോലി കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല, അടിപൊളിയായിരുന്നു. ഇനിയും വരണം അല്ലേ? ഓക്കെ. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. യെസ് മെമ്മറബിൾ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? രക്ഷണ്ടായില്ല. ഇനിയും വരുമോ? മക്കളെയും പറഞ്ഞയക്കും. ഓക്കെ. അപ്പോൾ യാത്രക്കാണ് ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ലീഡ് ചെയ്യുന്ന ആള്. അപ്പോൾ അടുത്തനി നാളെ പോലെ വണ്ടി നാളെ. അപ്പോൾ ഇനി അടുത്ത ഗസ്റ്റൊക്കെ ആയിട്ട് തിരക്കിലാണ്. ഓക്കെ എന്നാൽ ഞങ്ങൾ പോട്ടെ. ശരി, ഓക്കെ ശരി. അതെ മിനിക്കോയിനി അടുത്തതിന് നമ്മൾ വരാം. ഓക്കെ. അപ്പം നമ്മുടെ ലക്ഷദ്വീപ് യാത്ര ഇവിടെ അവസാനിക്കുന്നല്ല, ഈ സീരീസ് തീർന്നതേ. ഇനിയും വരും ഉറപ്പായിട്ടും. ഇനി ദ്വീപുകൾ ഇങ്ങനെ കിടക്കല്ലോ. ഒരു പ്രാവശ്യം ഈ ട്രിപ്പിന് വന്നാൽ തീർച്ചയായിട്ടും ഒന്നും കൂടി വരാൻ തോന്നുന്നു. അതേപോലത്തെ ട്രിപ്പാണ്, രക്ഷയില്ല. പിന്നെ അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കവരത്തി ആയിരിക്കും. ഇത് നമ്മൾ വന്ന ഷിപ്പിലെ പുറകെ കിടക്കണം. അപ്പുറത്ത് MV കോറിൽ കിടപ്പുണ്ട്. MV കോറിൽ പാസഞ്ചർ ഷിപ്പാണ്. സമുദ്രം പാക്കേജ് ആണെങ്കിൽ ഈ സമയത്ത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണ എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ വരെ മിക്കവാറും ഈ പുറകെ കാണുന്ന നമ്മുടെ MV ലഗൂണായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബംഗ്ലാസ് കിട്ടും. കവരത്തി ആയി കഴിഞ്ഞാൽ പ്രശ്നം ബങ്കുണ്ടാവില്ല. ബങ്കില്ല, പക്ഷേ എണ്ണം കൂടുതലാണ്. വലിയ കപ്പലാണ്. കവരത്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ ഷിപ്പാണ്. അപ്പോൾ അത് 700 വരെയൊക്കെ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലാസ്സാണ്, മറ്റേ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്. അപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് വരേണ്ട ഒരു ഇത് എടുത്തു വരുവാണെങ്കിൽ നമുക്ക് ബംഗ്ലാസിൽ 15 രൂപ കിട്ടും. 15,750 ഇൻക്ലൂഡിങ് GST അത്രേ വരത്തുള്ളൂ. വേറെ എക്സ്പെൻസ് ഇല്ല. പിന്നെ അവിടെ ചെന്ന് സ്കൂബയുടെ എക്സ്പെൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഈ ഷിപ്പ് മാറുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് എടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ എന്തായാലും പോണല്ലേ, യൂബർ വിളിച്ച് വീട്ടിൽ പോവാ. ഷെറിൻ ബ്രോനെ കാണാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. അതെ, താങ്ക് യു. ഞാൻ ഇങ്ങനെ ഒറ്റക്ക് യാത്രയാണ് ആദ്യം കേട്ടോ. അപ്പൊ ആദ്യം വിചാരിച്ച് ഞാൻ എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ഇല്ല. ഇവിടെ ട്രിപ്പ് കഴിഞ്ഞപ്പോ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഫാമിലിന്ന് ഒരു കല്യാണം കഴിഞ്ഞ് പിരിയണ പോലത്തെ ഒരു ഫീലാ. ഷിപ്പിന്റെ ഉള്ളിലാണല്ലോ നമ്മൾ ഇത്രയും കാലം. എല്ലാരും ഭയങ്കരമായിട്ട് അടുപ്പാണ്. അതെ, ഭയങ്കര ഒരു ഫീലായിരുന്നു, ഒരു വിഷമമൊക്കെ പോലെ. അതെ, ഇനിയൊക്കെ അവരെ കാണാം, ജീവിതത്തിൽ കാണുമെന്ന് പോലെ അറിഞ്ഞൂടാ. നമ്പറൊക്കെ അടിച്ചിട്ടുണ്ട്, ഫോൺ നമ്പർ, കോണ്ടാക്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ സീരീസ് വീഡിയോ ലക്ഷദ്വീപിൻ്റെ ഈ തൽക്കാലം നമ്മൾ വിട പറയുന്നു. അപ്പോൾ എന്തായാലും കിടിലൻ വീഡിയോസൊക്കെ ഇട്ട് കാണാം അല്ലേ. അവിടെ മല്ലു അങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, ഈ പുള്ളിയുടെ ചാനലുണ്ട് അവിടെ ഈ സാധനം. അതെ, ഷിപ്പ് ടാറ്റ. കൈ പൊക്കാൻ പറ്റില്ല, കൈ മൊത്തം ബാഗ്. ഈ ബാഗ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ, മഞ്ഞ കളർ. എനിക്ക് കളർ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. മഞ്ഞയോട് നമുക്ക് എപ്പോഴും താല്പര്യമുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത കിടിലൻ എപ്പിസോഡൊക്കെ ഇട്ട് കാണാം. ബൈ.